പ്രൈസ് ലോർഡ് ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 92 അധ്യായം അതിന്റെ 10 വാക്യം. ഇവിടെ പറയുകയാണ്, എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ടവരെ, എങ്കിലും എന്റെ കൊമ്പ എന്ന് തലയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ തല എന്ത് ചെയ്യാ? ഉയർത്തും. എങ്ങനെ ഉയർത്തും? കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ എന്ത് ചെയ്യാ? ഉയർത്തും. സ്തോത്രം. ഇവിടെ കാട്ടുപോത്ത് എന്ന് പറയുന്ന ഒരു മൃഗത്തെ കുറിച്ചാണ് പറയുന്നത്. ആ മൃഗത്തിന് അതിന്റെ കൊമ്പിന് എന്തുമാത്രം ശക്തി ഉണ്ടെന്ന് അറിയാമോ? ഏത് മൃഗങ്ങളാണെങ്കിലും, ആനയാണെങ്കിലും സിംഹം, കാട്ടിലെ ഏറ്റവും വലിയ മൃഗമെന്ന് പറയുന്നത് ആനയാണ്. രണ്ടാമത് കാട്ടിലെ രാജാവെന്ന് പറയപ്പെടുന്നത് സിംഹത്തെ കുറിച്ചാണ്. എന്നാൽ സിംഹത്തെ പോലെയും ആനയെ പോലും അല്ലെങ്കിൽ എടുത്ത് ആ കൊമ്പ് കൊണ്ട് ആ മൂർച്ചയേറിയ കൊമ്പാണത്. ആ കൊമ്പ് കൊണ്ട് എന്ത് ചെയ്യാം? അവ കുത്തുമ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യാം? ആ കൊമ്പ് ഒന്നിന്റെ നേരെ ചെല്ലുമ്പോൾ ആ കൊമ്പിന്റെ മൂർച്ച കൊണ്ട് എന്ത് ചെയ്യുക? അതിനെതിരെ വരുന്നിരിക്കുന്ന ആ ശത്രു ചിതറിപ്പോകുവാനിടയാകും. ഇനി ഇവിടെ പറയുകയാണ്, എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തുമെന്ന് പറയാണ്. കൊമ്പ് അധികാരത്തെ കാണിക്കും, തല എന്ത് ചെയ്യുക? അധികാരത്തെ കാണിക്കുന്നു. നമുക്കറിയാം ഹല്ലേലൂയ, യേശുക്രിസ്തു കുശാലൻ തലയാണ് കാൽവരി ക്രൂശിൽ തകർത്തത്. ഹല്ലേലൂയ, അവന്റെ അധികാരത്തെ പിടിച്ചു വാങ്ങി എന്ന് പറയുന്നത് പോലെ തന്നെ എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊമ്പിനെ, നമ്മുടെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ കൊമ്പിനെ, കുനിഞ്ഞിരിക്കുന്ന നമ്മുടെ തലയെ ദൈവം എന്ത് ചെയ്യുക? ഉയർത്തും. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാണ് സംസാരിക്കുന്നത്. നിന്റെ തലയെ ഉയർത്തുന്ന ഒരു കർത്താവ്. കാട്ടുപോത്തിന്റെ തലയ്ക്ക് അല്ലെങ്കിൽ കൊമ്പിന്റെ ശക്തിയല്ല, ഉദ്ദേശിച്ചു കളയത്തില്ല. നിന്റെ തല ഉയർത്തി നിനക്ക് ദൈവം ചില ദൈവിക അധികാരങ്ങൾ ദൈവം നൽകാൻ പോകുന്നു. നമുക്ക് പുതിയ എണ്ണ എന്നെ തേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് എണ്ണയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അഭിഷേക തൈലം ഒഴിക്കുന്നത് എണ്ണയാണ് കാണിക്കുന്നത്. എണ്ണ തേച്ചു ഹല്ലേലൂയ എന്ന് പറയും. നമ്മൾ തിരുവചനത്തിൽ പറയുന്നുണ്ട്, രോഗികളുടെ മേൽ കൈവയ്ക്കും മൂപ്പന്മാർക്ക് എണ്ണ തേച്ച് എന്ത് ചെയ്യുക? സൗഖ്യമാക്കണം. എണ്ണ തേക്കുമ്പോൾ എന്ത് ചെയ്യുക? എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകും തിരുവചനം. ഇവിടെ പറയുക, എങ്കിലും എന്റെ കൊമ്പ് എന്ത് ചെയ്യുക? എന്റെ തലയെ കാട്ടുപോത്തിന്റെ തല പോലെ ഹല്ലേലൂയ കഠിനമേറിയ മൂർച്ചയുള്ള കൊമ്പ് പോലെ ദൈവം നമ്മെ ഉയർത്തും. കുനിഞ്ഞിരിക്കുന്ന മേഖലകളിൽ പ്രിയപ്പെട്ടവരെ, പലരും തല കുനിഞ്ഞിരിക്കുന്ന അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. ഹല്ലേലൂയ ആത്മീക ജീവിതത്തിൽ പോലും തകർന്നു പോയ അനുഭവങ്ങളുള്ളവരുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിന്റെ തല ഉയർത്തുന്ന, നിനക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരങ്ങളെ മടക്കി തന്ന ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുവാനിടയാകും. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ പകരുമ്പോൾ പിശാചിന്റെ ശക്തി കുറയുവാനിടയാകും. അവന്റെ ശക്തിയെ ക്ഷയിപ്പിക്കുവാൻ ഇടയാകും. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുനിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥകളോടെ കടന്നു പോയവരാണോ? നിങ്ങളുടെ തലയെ തകർത്ത് കളഞ്ഞ, അല്ലെങ്കിൽ നിങ്ങളുടെ തലയെ കുനിച്ചു കളഞ്ഞ ഏതെങ്കിലും മേഖലകൾ ജീവിതത്തിലുണ്ടെങ്കിൽ, ആത്മീക കുഞ്ഞിക്കൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഭൗതികമായി നിങ്ങൾക്ക് ചില അധികാരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? എന്നാൽ ആ അധികാരങ്ങളൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളോടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലയെ ദൈവം ഉയർത്തും. നഷ്ടപ്പെട്ടു പോയി ആത്മീക അധികാരം ദൈവം മടക്കി തരുവാനിടയാകും. പുതിയ എണ്ണ, പരിശുദ്ധാത്മാവിന്റെ പുതിയ എണ്ണ ദൈവം നിങ്ങളെ തേൽപ്പിക്കുവാൻ ഇടയാകും. ആത്മാവിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണണമെങ്കിൽ ആത്മാവിൽ ഉറച്ചു നിൽക്കും. പുതിയ അധികാരം പകരുന്ന കർത്താവ്, പുതിയ അഭിഷേകം പകരുന്ന കർത്താവ്, പുതിയ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മെ ഉണർത്തുന്ന കർത്താവ്, നമ്മെ ഒരുക്കുന്ന കർത്താവ്, നമ്മെ നടത്തുന്ന കർത്താവ്, നമ്മുടെ ജീവിതത്തിന്റെ ഉണങ്ങിപ്പോയ അവസ്ഥകളില് നമ്മെ മടക്കി വരുന്ന കർത്താവ്, ഹാലേലൂയ പുതിയ എണ്ണ തെപ്പിക്കുന്ന കർത്താവ്. ജീവിതത്തിന്റെ നൗകയിൽ തകർന്നു പോയ അനുഭവങ്ങളിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നെങ്കിൽ, കർത്താവിന്റെ ആത്മാവിന് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ ദിവസങ്ങളിലെ നീ ഒതുങ്ങിപ്പോയ മേഖലകളിൽ പുതിയ അധികാരങ്ങൾ നിനക്ക് നൽകി ഹല്ലേലൂയ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷകളിലേക്ക് നിന്റെ ദേശത്ത് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, കുനിഞ്ഞിരിക്കുന്നവരെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. ബ്രോക്കന്മാരുടെ കൂടി ഇരുത്തുന്ന ഒരു കർത്താവുണ്ടെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. അതുകൊണ്ട് ദൈവത്തിനെ കീഴ്പ്പെടുക, ദൈവ ശബ്ദത്തിന് വേണ്ടി കീഴ്പ്പെടുക. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
കർത്താവ് നമ്മെ ഒരുക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, അവയെ കുനിഞ്ഞു പോയ തലകളെ ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. പരിശുദ്ധമേ, നല്ല സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒക്കെ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന് ദൈവം ആളുകൾ ചെയ്തതുപോലെ അവരുടെ ദിവസങ്ങളുടെ കൊമ്പ് തലയിൽ ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. ദൈവകരങ്ങളെ സമർപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തു നാമത്തിനെ. ആമേൻ.